ശശി തരൂർ ഇപ്പോൾ ഈ അവാർഡ് സ്വീകരിക്കുന്നില്ല എന്നാണ് വ്യക്തമാക്കിയത്. നേരത്തെ ഇത് സ്വീകരിക്കുമെന്ന് നിങ്ങൾ അറിയിച്ചിരുന്നു? തീർച്ചയായും അദ്ദേഹം നമ്മുടെ അവാർഡ് ജൂറിയുടെ ചെയർമാൻ ഡോക്ടർ രവികാന്ത് IAS ആണ്. നമ്മുടെ കണ്ണൂർ കളക്ടറായിരുന്ന ആളാണ് അദ്ദേഹം. നമ്മുടെ ചാഡീസിൻ്റെ OSD സജി കരുണാകരനും നേരിട്ട് അദ്ദേഹത്തെ പോയി 2 ആഴ്ച മുമ്പ് കണ്ടതാണ്. അന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കൂടെ അവാർഡ് സ്വീകരിക്കുന്നവരുടെ ഒരു ലിസ്റ്റ് ഉണ്ടല്ലോ, അതൊന്ന് കൊടുക്കണമെന്ന് പറഞ്ഞു. അത് നമ്മൾ അടുത്ത ദിവസം കൊണ്ട് കൊടുക്കുകയും ചെയ്തു. അന്നൊക്കെ അദ്ദേഹം വരുമെന്ന് തന്നെയാണ് പറഞ്ഞത്. ഓഫീസിലിരിക്കുന്നവരെന്താ അങ്ങനെ പറയുന്നത് മനസ്സിലാകുന്നില്ല. ഞങ്ങളെല്ലാവരും ഇത് രവികാന്ത് സാറ് നേരിട്ട് പോയി അദ്ദേഹത്തെ കണ്ടാണ്. ഇതൊരു 1 മാസം മുമ്പാണ് നമ്മൾ ഇദ്ദേഹത്തിന് കത്തൊക്കെ കൊടുത്തത്. ഇത് കഴിഞ്ഞ 1 മാസമായിട്ട് നടക്കുന്ന ഒരു പരിപാടിയാണിത്. കാരണം ഈ ഇത്രയും രാജ്നാഥ് സിംഗ്ജിയെ പോലുള്ള ആളുകൾ പങ്കെടുക്കണം, അതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കോൺഗ്രസിൻ്റെ സൈഡിൽ നിന്ന് വലിയ സമ്മർദ്ദം അദ്ദേഹത്തിന് നേരെ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കണം അദ്ദേഹം ഭയന്ന് പിന്മാറുന്നതാണോ എന്നറിയില്ല. പക്ഷേ അദ്ദേഹത്തെ പോലെ ഒരു ലോകം മുഴുവൻ ആരാധിക്കുന്ന ഇത്ര അതിപ്രശസ്തനായ ഒരാൾ കോൺഗ്രസിൻ്റെ ഒരു എതിർപ്പിനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഈ തരൂരിന് അവാർഡിന് വേണ്ടി പരിഗണിച്ച മാനദണ്ഡങ്ങൾ എന്തൊക്കെയായിരുന്നു? നമ്മൾ ഇന്ത്യയുടെ 150 കോടി ജനങ്ങളുള്ള രാജ്യമാണല്ലോ നമ്മുടേത്. അപ്പോൾ അവിടെ തരൂർജിയെ പോലെ അതിപ്രഗത്ഭനായ ഒരാൾ നമ്മൾ ആദ്യം പരിഗണിക്കേണ്ടതായിട്ടില്ലേ? ഒന്നാമത് നമ്മളൊക്കെ ആദ്യം കേരളത്തിലുള്ള ആളാണ്, ഞങ്ങളൊക്കെ കേരളത്തിൽ നിന്ന് വന്നവരാണ്. അതുകൊണ്ട് ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ആദ്യം വരുന്ന പേര് തരൂർജിയുടെ തന്നെയാണ് ഇങ്ങനൊരു അവാർഡിലേക്ക്. മാത്രമല്ല അദ്ദേഹം രാജ്യത്തിന് വേണ്ടി സംസാരിക്കുകയും നമ്മളിതിനകത്ത് പ്രധാനമായിട്ട് കാണേണ്ടത് രാജ്യത്തിന് വേണ്ടി സംസാരിക്കുന്നവരാണല്ലോ, രാജ്യ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നവരാണല്ലോ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്. അതൊക്കെയാണ് ഞങ്ങളതിനകത്ത് കണ്ട കാര്യം. അല്ല യാതൊരു രാഷ്ട്രീയവും ഞങ്ങൾ ഈ വിഷയത്തിൽ കണ്ടിട്ടില്ല. ഇതുവരെ ഒരു അറിയിപ്പും കിട്ടിയിട്ടില്ല. ഇപ്പം നിങ്ങൾ പറയുമ്പോഴാണ് ഞാനിത് മനസ്സിലാക്കുന്നത്.